യമണ്ടം പണക്കാരനാണ്, പക്ഷേ ഞാൻ സഹായിച്ചപ്പോ പിച്ചക്കാരനായിരുന്നില്ലേ എന്ന്. അതുകൊണ്ട് ഇപ്പൊ തരുന്ന ഈ സഹായം വേണ്ടാന്ന്. ആ നിമിഷം ഞാൻ ആ മനുഷ്യനെ എന്റെ ഗുരുവായി സ്വീകരിച്ചു. ധാരാളം ആളുകൾ കരുതുന്നത് അവർ ധനികരായ ശേഷം മറ്റുള്ളവരെ സഹായിക്കാമെന്നാണ്. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാൻ നാം ധനികരാകുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലെന്നാണ് ആ സൈക്കിൾ വർക്ക്ഷോപ്പുകാരൻ എന്നെ പഠിപ്പിച്ച പാഠം. നിനക്ക് അവളോട് പ്രേമമാ, നല്ല മുഴുത്ത പ്രണയം. നോ, ഞാൻ അവളെ വിശ്വസിക്കുന്നു. വിശ്വാസം, അത്ര തന്നെ. ആദ്യം വിശ്വാസം, അതും 3 അക്ഷരം. അത് ചുരുങ്ങി പ്രേമമെന്ന 2 അക്ഷരമായി മാറി. അതെ, നീ പ്രേമത്തിൽ വീണു. ഇല്ലാന്ന് പറഞ്ഞാ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. നിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ട എനിക്ക് മാത്രമല്ല, ഓഫീസിലെ മുഴുവൻ പേർക്കും മനസ്സിലാവും നിന്റെ ഈ പ്രേമ ജ്വരം. ഒരു വൻ വൃക്ഷമായത് ഞാൻ കൺകുളിർക്കെ നോക്കി നിന്നു. പക്ഷേ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ആ സാമ്രാജ്യം ഒരു പെൺകുട്ടിയുടെ പേരിൽ നഷ്ടപ്പെടാൻ പോവുകയാണിപ്പോ. നിന്റെ ശ്വാസത്തിന്റെ വേഗം നോക്കി നിന്റെ മനസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും പറയാൻ കഴിയും എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഈ പ്രേമം കൊണ്ട് നിനക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. ഇത് മുന്നോട്ട് പോയാ നിനക്ക് നാശമേ സംഭവിക്കൂ. നിന്റെ ചുണ്ടിന് താഴെയുള്ള ഈ രോമങ്ങൾ നരച്ചു. അപ്പൊ ഞങ്ങളുടെ കല്യാണം നടക്കില്ല അല്ല കൃഷ്ണൻ? അതെ ശ്രീടച്ച, കാർത്തിയായനി ക്ഷേത്രത്തിലെ നേർച്ച നേരാൻ എന്നാ നമ്മള് പോകുന്നത്? നീ എന്താടിയാ ഈശ്വരമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണോ? അയ്യോ, അത് കൊള്ളാം. ശ്രീടച്ച, നിങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? കരിക്കോത്തിയമ്മയുടെ അനുഗ്രഹത്തിന്റെ ഒപ്പം കാർത്തിയായനി ക്ഷേത്രത്തിൽ പോയി ഒരു നേർച്ച കൂടി നടത്തിയ എല്ലാം ശരിയാവും. നമ്മുടെ മനസ്സിന് കിട്ടിയ സമാധാനം. അല്ലെങ്കിൽ ശ്രീടച്ചനും മകളുടെ കാര്യം പറയുമ്പോ വലിയ മടിയാ എപ്പോഴും. അതാ ഇങ്ങനെയൊക്കെ അരുതാത്ത സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്തം കാണിക്കും ശ്രീടച്ച. നമ്മുടെ സ്വന്തം മോളുടെ കാര്യല്ലേ? അതെ, നമ്മുടെ സ്വന്തം മോളുടെ കല്യാണക്കാര്യ. അതാണ് ധൃതി കാണിക്കണ്ടെന്ന് പറയുന്നത്. ധൃതി കാണിച്ചൊരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ അനുഭവം ഉണ്ടല്ലോ. ഇനിയെങ്കിലും സംഭവിച്ച തെറ്റിന്ന് കുറച്ചെങ്കിലും പഠിക്കാൻ നോക്ക്. കഷ്ടം തന്നെ. പ്രോഗ്രാം കാണുമല്ലോ.
എനിക്ക് ഇനി നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനേ സമയം കാണുള്ളൂ എന്നാ തോന്നുന്നേ. സ്റ്റോപ്പ് ഇറ്റ്. കോമഡി വേണ്ട. അവളുടെ അരികിൽ ഞാൻ ഉണ്ടാകാൻ പാടില്ല, അത്രയല്ലേ നിനക്ക് വേണ്ടത്? അതിന് പരിഹാരമാണ് എന്റെ ഈ തീരുമാനം. പിന്നെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതും സങ്കല്പിച്ചുണ്ടാക്കുന്നതും? സോറി, എനിക്ക് നിന്റെ ഫ്യൂച്ചറിന്റെ കാര്യത്തിൽ ഇപ്പോഴും വിശ്വാസക്കുറവുണ്ട് രവി. ശ്രീലക്ഷ്മിയുടെ ഈ ട്രാൻസ്ഫർ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. പന്ത്രണ്ടിന്റെ എങ്കിൽ ഞാൻ അവളെ അമേരിക്ക പറഞ്ഞു വേളാം. എങ്കിൽ പിന്നെ ഞാൻ ആഴ്ചയിൽ 3-4 പ്രാവശ്യം പോകില്ലല്ലോ. ശരി, ഞാൻ ശ്രീലക്ഷ്മി, ഇത് ട്രാൻസ്ഫർ. റെഡി? സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. സാർ, എന്താ ഇത്? കോയമ്പത്തൂരിലേക്കോ? എന്തിനാ സാർ എന്നെ ഇത്ര പെട്ടെന്ന് കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? താൻ അങ്ങോട്ട് പോയാൽ അവിടെ പഠിക്കാൻ അവസരം കിട്ടും. That's the reason. പറയൂ സാർ. ഇവിടെ തന്നെ ജോലി ചെയ്ത് പഠിച്ചൂടെ എനിക്ക്? അവിടെ പഠിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. താൻ നമ്മുടെ കമ്പനിയുടെ സാരികളെ കുറിച്ച് റിസർച്ച് ചെയ്യണം. നമുക്ക് ഇനിയും അതിന്റെ മാർക്കറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച്. അതാണ് പ്രധാന ഉദ്ദേശം. പക്ഷെ സാർ, അവിടെ പോയാൽ എനിക്ക് സാറിനെ കാണാൻ പറ്റില്ലല്ലോ. ചെയ്തിട്ടുണ്ടോ? എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് സാർ? സോറി, ഇത് തനിക്ക് കമ്പനി നൽകുന്ന പ്രമോഷനാണ്, ശിക്ഷയല്ല. പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫർ. യു അണ്ടർസ്റ്റാൻഡ്? പക്ഷേ അത്രയും ദൂരം സാർ, അതും എല്ലാവരെയും വിട്ട്. പിന്നെന്താ, തന്നെ ഞാൻ അമേരിക്ക ട്രാൻസ്ഫർ ചെയ്യണോ? വടി കൊണ്ടുസേ. അയ്യോ സാർ, സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. അച്ഛനെയും അമ്മയും വിട്ട് ഇത്രയും ദൂരം പോവാൻ എനിക്ക് കഴിയില്ല സാർ. ഞാനൊരു പാവം അവിവാഹിതയായ പെൺകുട്ടിയാണ് സാർ. ഒരു കമോണുമില്ല. ഇനഫ് ഈസ് ഇനഫ്. ഇനി മതിയാക്കാം ഈ നാടകങ്ങളി. കാര്യങ്ങൾ നീ വിചാരിക്കുന്ന പോലെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. പിന്നെന്തിനാ ഇനിയും ഇത്തരം ചോദ്യങ്ങൾ? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ സ്വയം നോക്കിക്കൊള്ളാം. നീ ഇടപെടണമെന്നില്ല. യു ക്യാൻ ഗോ നൗ. ഓക്കെ, ഫൈൻ. ഇതൊക്കെ ഇന്നത്തോടുകൂടി ഇവിടെ അവസാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനിക്കണം. അത് ഓർഡറല്ല, ഒരു വിൽവിഷറുടെ നിർബന്ധമാണ്. ഇപ്പൊ തന്നെ നീ അവളെ വിളിച്ച് പറഞ്ഞേക്ക്. ഞാൻ തൽക്കാലം മാറി നിൽക്കാം. ഓക്കെ സർ, കുഴപ്പമില്ല. സാർ എന്തിനാ വിളിച്ചത്? കൺഗ്രാറ്റുലേഷൻസ് ലക്ഷ്മി. യു ഡിസേർവ് സംതിങ് ബെറ്റർ. ഇപ്പോഴാണ് അതിന് സമയമായത്. എന്തിനാ സർ കൺഗ്രാറ്റുലേഷൻസ്? മനസ്സിലായില്ല. തനിക്ക് കമ്പനി പ്രൊമോഷൻ നൽകിയിരിക്കുന്നു. അതിനനുസരിച്ച് സാലറിയും കൂടും. ഓ മൈ ഗോഡ്, താങ്ക് യു സർ. വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എന്നാൽ വിശ്വസിക്കാം. താൻ ചെയ്ത പ്രസന്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനാണ് ഇപ്പൊ ഈ പ്രൊമോഷൻ. സർ, എനിക്ക് വളരെ സന്തോഷമായി സർ. താങ്ക് യു സോ മച്ച്. ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു യു. ഞാനിത് പോയി എല്ലാവരോടും പറയട്ടെ.
എനിക്ക് പ്രൊമോഷൻ തന്ന് കോയമ്പത്തൂരിലേക്ക് മാറ്റിയിരിക്കും. ഉടൻ ഈ ഓഫീസിൽ നിന്ന് പോകാൻ. ഓർത്താ കൊള്ളാം. എന്നെ ദൂരേക്ക് അയക്കുന്നത് കൊണ്ട് മാത്രം സാറിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാമെന്ന് കരുതുന്നുവെങ്കിൽ നടക്കില്ല സർ. അത് സാറിന്റെ വെറും തോന്നൽ മാത്രം. ഒരു പാട്ടായി പാടിയാൽ തീരുന്നതാണോ പ്രണയം? പല വാക്കാൽ വർണ്ണിക്കാൻ കഴിയുന്നതാണോ പ്രണയം? ഇനി വലവിയാൻ തുടരെ കുറിച്ചാലും ഒരു കോടി ജന്മങ്ങൾ തുണയായി വാണാലും പകരം നമ്മൾ രണ്ടുപേരും തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും പാടില്ല എന്നർത്ഥം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാലോ? ഇത്രയൊക്കെ തീരുമാനിച്ചിട്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താണെന്ന് അല്ലേ? അതെ, കണ്ടുമുട്ടിയാൽ എന്ത് സംഭവിക്കും പറയൂ. എങ്കിൽ സാറിന്റെ മനസ്സിലുള്ളത് സാർ എന്നോട് തുറന്നു പറയണം. എന്താ പറ്റോ? സാറ് തന്ന പ്രൊമോഷനും ട്രാൻസ്ഫറും ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ചലഞ്ച് സാറും അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എന്റെ ആവശ്യവും അപേക്ഷയും. സാർ ഈ ചലഞ്ച് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞാലേ എനിക്കിപ്പോ പോകാൻ പറ്റൂ. ഓക്കെ, ഫൈൻ. എന്നാ ഞാൻ ഈ ചലഞ്ച് സ്വീകരിക്കുന്നു. ഞാൻ നാളെ ഓഫീസിൽ വരില്ല. നെക്സ്റ്റ് 24 hours we will be strangers. നമുക്കറിയില്ല പരസ്പരം, അറിയാനും ശ്രമിക്കില്ല. ഇറ്റ്സ് എ പ്രോമിസ്. ശരി സർ, ഞാൻ പോകുന്നു. താങ്ക് യു ഫോർ എവറിഥിങ്. അമ്മേ മഹാമായേ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എന്റെ മുന്നിൽ അവസാനമായുള്ളത് ഈ അഗ്നിപരീക്ഷ മാത്രമാണ്. നോക്കട്ടെ എന്താ സംഭവിക്കുന്നതെന്ന്. എന്റെ ദൈവമേ, ഇവളാണെങ്കിൽ ചലഞ്ച് അഗ്നിപരീക്ഷ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്തായാലും ശരിയാവുന്ന ലക്ഷണമില്ല. ഞാൻ കൂടി ഇടപെട്ടാലേ പറ്റൂ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാണല്ലോ. ഞാൻ ചിലത് ചെയ്യും, ചെയ്താലേ പറ്റൂ. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതാ ശരി. എന്നാ എനിക്കങ്ങനെയല്ല. ഈശ്വര്യമ്മയെ ഞാൻ ചെറുതായി കാണില്ല എന്നർത്ഥം. ഞാനങ്ങനെ ചെറുതായി കണ്ടതല്ല സരോജം. ഇതൊക്കെ ഇത്തിരി കൂടുതലല്ലേ എന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. നോക്ക് ശ്രീടച്ച,
ഈശ്വര്യമ്മ പറഞ്ഞ പല കാര്യങ്ങളും അച്ചട്ടായിട്ട് നടന്നതല്ലേ? ഇതിപ്പോ ഈശ്വര്യമ്മ പറഞ്ഞതുപോലെ കാർത്യായനി ക്ഷേത്രത്തിൽ പോയി നേർച്ച നടത്തിയ മോളുടെ കല്യാണം ഉറപ്പായിട്ട് നടക്കും. എനിക്ക് വിശ്വാസ, 100% വിശ്വാസം. എന്ത് ചിത്രം? അത് മനസ്സിലായില്ല. ഏയ് കമോൺ സാർ, ഒന്നും അറിയാത്തതുപോലെ എന്റെ മുമ്പിൽ ഡ്രാമ കളിക്കരുത്. അല്ലെങ്കിൽ തന്നെ സാർ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇടയ്ക്കിടയ്ക്ക് ഷെഡ്യൂള് തെറ്റിച്ച് നമ്മുടെ രവിവർമ്മൻ സാർ എന്തിനാ ആ കോളനിയിൽ പോയിരുന്നത്? ആ ശ്രീലക്ഷ്മിയുടെ വായിൽ നിന്ന് എന്ത് വിഡിത്തം വീണാലും ഉടനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്തിനായിരുന്നു? ഹോ, സത്യത്തിൽ ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് എന്തൊരു ഇറിറ്റേഷൻ ആയിരുന്നോ. അല്ലെങ്കിൽ തന്നെ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ രാജാറാം സാർ? നമ്മുടെ സാർ എന്തുദ്ദേശിച്ചാ ആ ഫാമിലിയെ ഇത്രയധികം സഹായിക്കുന്നത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ആ ജോലി അറിയാത്ത വേസ്റ്റ് പെണ്ണിനോട് സാറിന്റെ ഉള്ളില് വല്ല ഇഷ്ടവും തോന്നിയോ? ആ വിഷയം തൽക്കാലം പുറത്താരും അറിയരുത്. എന്താ നടക്കൂ? എന്ത് കാര്യം? പറയാം. ശ്രീലക്ഷ്മി മേഡം രവിവർമ്മൻ സാറുമായി ബന്ധപ്പെടുത്തി ഒരു ഗെയിം പ്ലാൻ ചെയ്തിരിക്കുക. വാട്ട്? ഗെയിമോ? എന്ത് ഗെയിം? യെസ്, ആ ഗെയിമിന്റെ പേരാണ് 24 hours, അഥവാ 24 മണിക്കൂർ. ഇനിയുള്ള 24 മണിക്കൂർ രവിവർമ്മൻ സാറും ശ്രീലക്ഷ്മിയുമായി കാണാൻ പാടില്ല. അതാണ് ഡീൽ. വാട്ട്? രാജാറാം സാർ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് മേഡം ഒന്ന് ശ്രദ്ധിച്ചു. പിന്നെ ശ്രീലക്ഷ്മി മേഡം എങ്ങനെ പ്ലാൻ ചെയ്താലും രവിവർമ്മൻ സാറിനെ മീറ്റ് ചെയ്യാൻ കഴിയില്ലെന്നർത്ഥം. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, മീറ്റ് ചെയ്താൽ എന്താ കുഴപ്പമെന്നാണ്? അവള് സാറിന് മീറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ലല്ലോ. അവള് ട്രാൻസ്ഫർ ആയി ഇവിടുന്ന് പോവല്ലേ? സോറി, വിത്തിൻ 24 hours അവര് തമ്മിൽ മീറ്റ് ചെയ്ത പിന്നെ ശ്രീലക്ഷ്മി മേഡം ട്രാൻസ്ഫർ ആയി പോവില്ല സാന്ദ്ര മേഡം. അതാണ് ഡീൽ. അത് വെച്ച് അവള് ഗെയിം കളിക്കുന്നേ. ഓ, ഐ സീ. അതൊരു നല്ല നമ്പർ ആണല്ലോ രാജാറാം സാർ. അതെങ്ങനെ നമുക്ക് പൊളിക്കാൻ പറ്റുന്നത്? അറിയില്ല, പക്ഷെ പൊളിക്കണം. അതിനെനിക്ക് വേണ്ടത് സാന്ദ്ര മേഡത്തിന്റെ സഹകരണം. അല്ലെങ്കിൽ ശരി ശരി, നിങ്ങൾ രണ്ടുപേരും മെനക്കെട്ട് ഇവിടം വരെ വന്നതുകൊണ്ടും ശ്രീലക്ഷ്മിയുടെ ജീവിത പ്രശ്നമായതുകൊണ്ടും ഞാൻ സഹായിക്കാം. ആ, ഒരു കാര്യം ചെയ്യും, ഇവിടെ വേണ്ട. ഞാൻ രവിവർമ്മൻ സാറിനെയും കൊണ്ട് ഓയിൽ മില്ലിനടുത്തുള്ള ഫോറസ്റ്റ് റോഡിലേക്ക് വരാം. നിങ്ങൾ രണ്ടാളും പോയി ശ്രീലക്ഷ്മിയും കൂട്ടി അവിടേക്ക് വന്നാൽ മതി. അവിടെ അവർ നമ്മൾ കാണട്ടെ. എന്തു പറയുന്നു? ശരി ശരി, ഓക്കെ ഓക്കെ, സമ്മതം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അല്ലെങ്കിൽ ശരി ശരി, നിങ്ങൾ രണ്ടുപേരും മെനക്കെട്ട് ഇവിടം വരെ വന്നതുകൊണ്ടും ശ്രീലക്ഷ്മിയുടെ ജീവിത പ്രശ്നമായതുകൊണ്ടും ഞാൻ സഹായിക്കാം. ആ, ഒരു കാര്യം ചെയ്യ്, ഇവിടെ വേണ്ട. ഞാൻ രവിവർമ്മൻ സാറിനെയും കൊണ്ട് ഓയിൽ മില്ലിനടുത്തുള്ള ഫോറസ്റ്റ് റോഡിലേക്ക് വരാം. നിങ്ങൾ രണ്ടാളും പോയി ശ്രീലക്ഷ്മിയും കൂട്ടി അവിടേക്ക് വന്നാൽ മതി. അവിടെ അവർ നമ്മൾ കാണട്ടെ. എന്തു പറയുന്നു? ശരി ശരി, ഓക്കെ ഓക്കെ, സമ്മതം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സർ, ദീസ് ആർ ദ 3. ഈ 3 മീറ്റിംഗുകളും നാളത്തെ ഷെഡ്യൂളിലുണ്ടായിരുന്നു. പക്ഷേ അത് 3ഉം ക്യാൻസലായി. സോ നാളെ സാർ ഓഫീസിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഐ ക്യാൻ മാനേജ് മൈസെൽഫ്.
വേറെ എമർജൻസി ഉള്ള മീറ്റിംഗ് ഒന്നുമില്ലല്ലോ? ഇല്ല സാർ. പിന്നെയുള്ളത് അഡ്മിനിസ്ട്രേഷനിലെ ചില പെറ്റി ഇഷ്യൂസ് ആണ്. അതൊന്നും ഒരു വിഷയമേ അല്ല. ഓക്കെ, അപ്പോ ഞാൻ നാളെ ഉണ്ടാവില്ല, ലീവില്ല. താങ്ക് യു സാർ, യു ക്യാൻ ഗോ നൗ. ഓക്കെ സാർ. ചലഞ്ച് ചെയ്തിട്ട് അവളുടെ ഫ്രണ്ടിനെ അയച്ച് സിമ്പതി ഡ്രാമ നടത്തി നിന്നെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാം തരം ഫ്രോഡ് കളി. നോ നോ നോ, ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഇല്ലാത്ത കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ നീ നമ്പർ 1 ആണല്ലോ. ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. നിന്നെ മീറ്റ് ചെയ്യുന്നത് അവളുടെ ജീവിത പ്രശ്നമാണെന്നാ അവൾ ഫ്രണ്ടിനോട് പറഞ്ഞു അയച്ചിരിക്കുന്നത്. അവൾ പക്ക ഒരു നടിയാണടാ. വെറും വേഷം കെട്ടല ഇതൊക്കെ. സോറി, നീ വെറുതെ കാര്യം മനസ്സിലാക്കിയത് സംസാരിക്കുന്നത്. ശ്രീലക്ഷ്മി അങ്ങനെ ഒരാളല്ല. വെറുതെ സംസാരിക്കാൻ എനിക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? പഠിച്ച കള്ളിയാണവൾ. ഞാൻ ഈ പറഞ്ഞതിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരണം. ഞാൻ പ്രൂവ് ചെയ്തരാം ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന്. നീ ഒന്ന് കൂടെ വന്നേ. വരാൻ. നടത്തണമെങ്കിലേ നീ ഇല്ലാതെ പറ്റില്ല. പ്ലീസ് നീ ഒന്ന് കൂടെ വരുവോ? കൃഷ്ണൻ, അമ്മ ഇപ്പൊ എന്തോ പറഞ്ഞു മുഖം വീർപ്പിച്ചു പോയതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ പോയി ചോദിച്ചാ? എന്നാ ഞാൻ പോയി ആന്റിയോട് ചോദിക്കട്ടെ, നിന്നെ എന്നോടൊപ്പം വിടാൻ. സരോജ ആന്റി ഞാൻ ചോദിച്ച എതിര് പറയില്ല. നീ എന്തിനാ ശ്രീലക്ഷ്മിയോട് ചോദിക്കാൻ നിക്കണേ? പോയിട്ട് വാ കൃഷ്ണ. നീ അല്പം ഒന്ന് ക്ഷമിച്ച് സഹകരിക്ക് പ്ലീസ്. ശരി, എത്ര നേരം വെയിറ്റ് ചെയ്യണം അത് പറ. അവരെ ഇപ്പൊ എത്തും. ഞാനേ മുന്നോട്ടൊക്കെ ഒന്ന് പോയി നോക്കിട്ട് ഇപ്പൊ വരാം. അല്ല, നീ മുന്നിലേക്ക് പോയാ അവര് വരുമെന്ന് എന്തോ ഉറപ്പ്? അവര് വരും, വന്നിരിക്കും രവി. അവളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായും വരും. ഞാനേ ഒന്ന് നോക്കട്ടെ. ഓയിൽ മില്ലിന്റെ അടുത്ത് പോകുന്ന വഴിയിലാണ് എക്സിബിഷൻ? അതെ, പറഞ്ഞില്ലേ. ഹാൻഡിക്രാഫ്റ്റ്സ് മാത്രമല്ല, പുസ്തകങ്ങളുടെ എക്സിബിഷനും ഉണ്ട്. പിന്നെ താജ്മഹലിന്റെ. അല്ലാതെ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനല്ല. പക്ഷെ എന്തിന്? അവളെ എന്റെ മുന്നിൽ ചെറുതാക്കി കാണിക്കാനാണോ നിന്റെ ഉദ്ദേശം? നോക്ക് രാജ, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ആരൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനും കണ്ണു തുറന്ന് കാഴ്ചകൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഇവിടെ ജീവിക്കുന്നത്. കമോൺ രവി, അവളുടെ ഫ്രണ്ട് കൃഷ്ണ എന്നെ വന്ന് കണ്ടു എന്നത് സത്യമാ. അല്ലാതെ ഞാൻ എന്തിനാ നിന്നെ. എന്നാ പിന്നെ ഇത് കൃഷ്ണയുടെ ആസൂത്രണമായിരിക്കും. അതാ. അല്ലല്ല, ഇതിന്റെ പിന്നിൽ ശ്രീലക്ഷ്മി തന്നെയാ എന്ന് നീ വിചാരിക്കുന്നു. പക്ഷേ വാസ്തവം എന്താണെന്ന് എനിക്കറിയണം. അതിനുവേണ്ടി കുറച്ചു സമയം കൂടി ഞാൻ കാത്തിരിക്കും. ബാക്കി അത് കഴിഞ്ഞ് തീരുമാനം. നമ്മൾ പറഞ്ഞിട്ടാ രവിവർമ്മ സാർ വരുന്നത്, ശ്രീലക്ഷ്മി നേരിട്ട് കാണാൻ. ഞങ്ങള് രാജാറാം സാറിനെ നേരിൽ പോയി കണ്ടു. രവിവർമ്മൻ സാറിനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരണമെന്ന് സാറിനോട് അപേക്ഷിച്ചു. രാജാറാം സാറ് സമ്മതിച്ചിട്ടാ അവിടെ വന്നോളാന്ന് പറഞ്ഞത്. നീയും രവിവർമ്മൻ സാറും കണ്ടുമുട്ടിയാൽ നല്ലതല്ലേ? അപ്പൊ ഞങ്ങള് കരുതി. അയ്യോ കൃഷ്ണ, നിങ്ങൾ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യാൻ പോയത്?
നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ തലവിധി എന്താണോ അത് നടക്കട്ടെ എന്ന്. നിങ്ങൾ രണ്ടാളും ഇപ്പൊ ചെയ്തത് തെറ്റാണ്, കൊടും തെറ്റ്. സോറി, എന്ത് തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങനെ തലവിധിയെന്നും പറഞ്ഞ് വെറുതെ ഇരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ബുദ്ധിമുട്ടുണ്ട്. നീയായിട്ട് എന്റെ ഭാവി മാറ്റി എഴുതാൻ മെനക്കെടണ്ട. പോകാം നമുക്ക്. കമാൺ, ഗെറ്റ് കാർ. പോകാന്ന്. രക്ഷിച്ച് നിലനിർത്താനുള്ളതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ് ഹിം ഡു ഹിസ് വർക്ക്. നീയായിട്ട് എന്റെ ഭാവി മാറ്റി എഴുതാൻ മെനക്കെടണ്ട. പോകാം നമുക്ക്. കമാൺ, ഗെറ്റ് കാർ. പോകാന്ന്. എന്റെ കരിക്കോത്തിയമ്മേ, മോൾക്ക് സമാധാനം കൊടുക്കണേ. ഞാൻ എങ്ങനെ അവരോട് പറയും? എന്റെ ഈശ്വര, ഈ 24 മണിക്കൂർ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളാണല്ലോ. ഇത് കടന്നു കിട്ടാൻ നീ തന്നെ സഹായിക്കണേ. ദേവി, നേരം പുലരാറായി. ഇപ്പോഴാണോ നീ വീട്ടിലേക്ക് വരുന്നത്? അമ്മ എന്താ നേരത്തെ ഉറക്കണിട്ടോ? സമയം 3:45. ആഹാ, നല്ല തിരക്കാണല്ലോ കിച്ചണില്. മാത്രല്ലോ
ഇന്ന് രവി സാറ് വന്നതുകൊണ്ട് എന്താണാവോ സ്പെഷ്യല്? മാഡം രവി സാർ വന്നോ? വരാതെ പിന്നെ. ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ? മദറിലോ കിച്ചണിലേക്ക് വരുന്നു, കുക്ക് ചെയ്യുന്നു, ഇതെടുത്ത് അവിടെ വെക്കുന്നു, അതെടുത്ത് ഇവിടെ വെക്കുന്നു, ആകെ ഒരു ബഹളം തട്ടി കൊടുക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു വിലയുമില്ല ഇവിടെ. ഓ, ഈ വീട്ടിൽ ഇത് എന്ത് നീതിശാസ്ത്രമാന്നാ എനിക്ക് മനസ്സിലാവാത്ത. മാഡം കോഫി. ഷട്ട് അപ്പ്. കുറെ നേരമായല്ലോ കോഫി കോഫി എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നു. കൊണ്ട് എവിടെയെങ്കിലും കളയാൻ നോക്ക്. ഈ വീട്ടില് ഞങ്ങളും കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളായി മാറിയിരിക്കുക. എന്തിനാ മക്കളെ ഇങ്ങനെ രണ്ട് തട്ടി നിർത്തിയിരിക്കുന്നെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചിലപ്പോ രഘുവിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കും. ബ്രദർ ഇൻ ലോ മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ജെന്റിൽമാൻ. രഘുചന്ദ്രവർമ്മൻ വെറും ഒരു വേസ്റ്റ്. അത് തന്നെ കാര്യം. അതിന് പോലും മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ. ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ബോളി മാത്രമല്ല, തൈര് വട, പഴനുറുക്ക്, പാൽപ്പായസം, ഇഞ്ചിപ്പുളി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, അങ്ങനെ ഒരുപാടുണ്ട് അവന്റെ ഇഷ്ടങ്ങള്. പക്ഷേ നീ വന്നതിന് ശേഷം വീട്ടിലെ രുചി രഘുവിനെ തീരെ പിടിക്കാത്ത അവസ്ഥയായി. പിസ്സയും ബർഗറും മറ്റെന്തൊക്കെയോ പാക്കറ്റ് ഫ്രൂട്ട്സും അല്ലേ നീ അവനെ ശീലിപ്പിക്കുന്നത്? അതൊക്കെ മനുഷ്യന്റെ വിശപ്പിനെ മരവിപ്പിക്കുന്ന വസ്തുക്കളാ. വണ്ടർഫുൾ. അപ്പൊ ഇവിടെയും ഞാൻ തന്നെയാണ് വില്ലത്തി. ഞാൻ ഇവിടെ ഉള്ളവരെ മരവിപ്പിക്കുന്നു, മദർ ഇൻ ലോ ജീവൻ കൊടുക്കും. രാവിലെ എന്തിനു തണുപ്പ്. സരോജം ചായ കിട്ടിയില്ല. ദാ വരുന്നു. ഓ, ഈ തണുപ്പ് സമയത്തെ സ്റ്റൗവിന്റെ അടുത്തുനിന്ന് മാറാൻ തോന്നുന്നില്ല. മോളെ, ദേ ചായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എടുത്തു കുടിക്കാൻ വാ. തണുപ്പ് സമയത്ത് ഇതുപോലെ എന്തെങ്കിലും സാധനം കുടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ ചോര കട്ട പിടിക്കുന്ന എനിക്ക് തോന്നണത്. ശ്രീ, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? സമയം എത്രയെന്ന വിചാരം? എഴുന്നേറ്റ് വന്ന് ചായ കുടിച്ച് പോകാൻ റെഡിയായേ? ഈ തണുപ്പ് സമയത്തെ സ്റ്റൗവിന്റെ അടുത്തുനിന്ന് മാറാൻ തോന്നുന്നില്ല. മോളെ, ദേ ചായ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എടുത്തു കുടിക്കാൻ വാ. തണുപ്പ് സമയത്ത് ഇതുപോലെ എന്തെങ്കിലും സാധനം കുടിച്ചോണ്ടിരിക്കണം, അല്ലെങ്കിൽ ചോര കട്ട പിടിക്കുന്ന എനിക്ക് തോന്നണത്. ശ്രീ, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? സമയം എത്രയെന്ന വിചാരം? എഴുന്നേറ്റ് വന്ന് ചായ കുടിച്ച് പോകാൻ റെഡിയായേ? ആ ഇരിപ്പ് കണ്ടാലേ അറിയാം അവക്കെന്ത് തലക്കടിയേറ്റ മട്ട. ഈ അഷ്ടമി ദോഷം മാറിക്കിട്ടാൻ നിങ്ങളോട് ഞാൻ എത്ര കാലമായിട്ട് പറയുന്നു, ദേവിയുടെ നടയിൽ പോയി നേർച്ച നടത്തണമെന്ന്. ഈശ്വര്യമ്മ പറഞ്ഞ കാർത്തിയായനി ക്ഷേത്രം എവിടെയാണെന്ന് ഈ അടുത്ത കാലത്ത് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുവോ? എടി, ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നാണോ നീ കരുതുന്നത്? ഞാൻ 1-2 പേരോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരറിഞ്ഞ ഉടനെ എന്നെ അറിയിക്കും. ഓ, അറിയിക്കും. ഒന്നാ കടയിലെ ബാബു അല്ലേ? അവൻ ആ സാരിക്കടയല്ലാതെ പുറം ലോകം കണ്ടിട്ടുള്ള ആളെ അല്ല. പിന്നെ നിങ്ങളുടെ സഹദേവ മുതലാളി, അയാൾ ആളുകളെ എങ്ങനെ വഴിതെറ്റിക്കാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാ. നിങ്ങക്ക് വയ്യെങ്കിലും പറ, ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. ആ ശിവൻ ചേട്ടന്റെ സ്കൂട്ടർ വാങ്ങിച്ച് ഞാനൊരു കറക്കം കറങ്ങിയാ ഏതമ്പലം എപ്പ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാ മതി. അയ്യോ വേണ്ടേ, സ്കൂട്ടറിൽ ഒഴിക്കാൻ പെട്രോൾ വാങ്ങാൻ കാശാര് തരൂടി? നിന്റെ അച്ഛൻ 10-14 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ഇനിയിപ്പൊ ഞാനല്ലേ ഉള്ളു ഒരാള്. നിങ്ങൾ അങ്ങനെ കൊമ്പത്ത് കയറണ്ട. 4-5 ലിറ്റർ പെട്രോൾ അടിക്കാനുള്ള കാശൊക്കെ എന്റെ മോള് വിചാരിച്ചാലും തരാൻ പറ്റും. അല്ലേടി മോളെ?
ഓ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? അതെ സാർ, ഉറപ്പായിട്ടും കിട്ടും. എനിക്ക് വേണ്ടത് ലാഭമാണ്. എന്തായാലും നോക്കട്ടെ, നമുക്ക് സംസാരിക്കാം സാർ. ശരി, നമുക്ക് ഈ പ്രപ്പോസൽ ആലോചിക്കാം. താണ്ടൊരു കാര്യം ചെയ്യും, ഓഫീസിലേക്കൊന്ന് ഇറങ്ങും. ഇന്ന് വേണ്ട, നാളെ മതി. അപ്പോ ഇതിന്റെ ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് കൊണ്ടുവന്നാൽ മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശരി. എക്സ്ക്യൂസ് മീ സാർ. വണ്ടിയിൽ വെള്ളം ഇരിപ്പുണ്ടോ? ഇതൊരു പ്രത്യേകതരം പെട്രോൾ ചെടിയുടെ ഇല ഉണക്കി പിടിച്ചുണ്ടാക്കുന്ന പൗഡറാണ് സാർ. ഇതുപയോഗിച്ചാണ് ഞാൻ വെള്ളത്തിന്റെ പെട്രോളാക്കി മാറ്റുന്നത്. ഇതുകൊള്ളാലോ, വെള്ളം പെട്രോൾ ആയോ? അപ്പോ യെസ് സാർ, ഇതാണ് ബയോ പെട്രോൾ. ഇതിന്റെ സ്മെൽ നോക്കാം സാറിന്. എന്താ ഇത്? പെട്രോളിന്റെ സ്മെല്ലൊന്നുമില്ലല്ലോ. എന്താ സാർ പറയുന്നത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നോക്കട്ടെ. ഓ, സ്മെല്ലുണ്ട്. സാറിന് ജലദോഷം ഉണ്ടെന്ന് തോന്നുന്നു, അതാ സ്മെല്ല് കിട്ടാത്തത്. ശരിയാ, ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷേ പെട്രോളിനെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലില്ല. അതാണ് സാർ ഇതിന്റെ പ്രത്യേകത. നമ്മൾ പമ്പിൽ നിന്ന് അടിക്കുന്ന പെട്രോൾ പ്യൂർ അല്ല, പക്ഷേ ഇത് പക്കാ പ്യൂർ. അതിനിത് തലയിൽ ചൂടാനുള്ള പൂച്ചെടിയല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനു മുമ്പ് എല്ലാ പേരും കേൾക്കാനായി ഞാനൊരു കാര്യം പറയാം. ഇതിൽ നിന്ന് ഒരു ഇല പോലും മിസ്സാകാൻ പാടില്ല. മനസ്സിലായല്ലോ? ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയോ? ഈ ചെടിയുടെ പ്രത്യേകത അതാണ്. ഈ ചെടിയിൽ നിന്നും നമുക്ക് പെട്രോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പെട്രോളോ? അത് കള്ളം. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി. ഈ പെട്രോൾ ചെടിയിൽ നിന്ന് പെട്രോൾ അല്ല, റൂമിൽ നിന്ന് പടക്കമാ പൊട്ടാൻ പോണത്. ഇത് നോക്കിക്കോ. അതെ അതെ, രേഖ മാഡം ഇത് അറിയുമ്പോ ഇന്ന് തൃശൂർ പൂരാ. രഘു സാറിന്റെ കാര്യം ഇന്ന് പോക്കാം. വാ, പെട്രോൾ ചുമന്ന് അകത്ത് വയ്ക്കാം. ഇതാണ് ബയോ പെട്രോൾ SSP. ഞാൻ കാണിച്ചു തരാം. നീ എന്തായി ചെയ്യാൻ പോകുന്നത്? ബി കെയർഫുൾ. നോ, ബി കെയർഫുൾ രേഖ. പെട്രോളിന്റെ മുന്നിൽ വെച്ച് തീ കളിക്കരുത്. ഈസ് ഹൈലി ഇൻഫ്ലാമബിൾ. അണ്ടർസ്റ്റാൻഡ്? അയ്യോ, പ്ലീസ് പ്ലീസ് രേഖ, ഡോണ്ട് ഡു ദാറ്റ്. പെട്രോൾ. അയ്യോ, ഫയർ അണഞ്ഞു പോയോ? മോസ്റ്റ്ലി അതിന്റെ മിക്സിംഗ് ശരിയായിട്ടുണ്ടാവില്ല. മിക്സിംഗ് അല്ല ശരിയാവാത്തത്, രഘുവിന്റെ തലയാ.